ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് വീണ്ടും ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഷൊർണൂരിൽ നിന്ന് പുതിയൊരു യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ്. പ്രാവശ്യ യാത്ര ഒരു ചെറിയ യാത്രയാണ്, തിരുവനന്തപുരത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 12075 കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞാൻ ഈ വണ്ടിയിൽ ഇനി ICF മാറി LHB ആയിട്ട് കയറുള്ളൂ എന്നൊക്കെ ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ ടിക്കറ്റ് കിട്ടാൻ ഈ വണ്ടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനശതാബ്ദിയിൽ നമ്മളിന്ന് സെക്കൻഡ് ചെയർക്കാരനാണ്, non-AC ചെയർക്കാരനാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കോച്ചുകളിനി എന്താ പറയുന്നത് ഡിസപ്പിയർ ആവുന്നതിന് മുമ്പ് ഒരു റൗണ്ട് അതും എക്സ്പീരിയൻസ് ചെയ്തേക്കാമെന്ന് വെച്ചു. നമുക്കൊന്ന് ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇറക്കാം. ഞാനിപ്പോൾ ഇവിടം വരെ വന്നത് ബസ്സിനായിരുന്നു. പെരിന്തൽമണ്ണ തന്നെ പട്ടാമ്പി വഴി ബസ്സിന് ഇങ്ങ് വന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. സമയം ഇപ്പോൾ 2:23 3 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്നും 3 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ D10 ഇപ്പോൾ D7 ആണ് ഇവിടെ. ഇപ്പോൾ D10 കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പോൾ ഇപ്പുറത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മുടെ വേണാട് കിടക്കുന്നുണ്ട്. വേണാട് ഇവിടുന്ന് 2:35. വേണാടും കിട്ടുമായിരുന്നു എനിക്ക്, പക്ഷേ വേണാട് ട്രിവാൻഡ്രത്തുമ്പോഴേക്കും രാത്രി 10-10:30 ആകുമല്ലോ. അതുകൊണ്ടാണ് വേണാട് വേണ്ടതെന്ന് വെച്ചത്. ഇതാകുമ്പോൾ ജനശതാബ്ദി നമുക്ക് കുറച്ചും കൂടി നേരത്തെ എത്താമല്ലോ. നമുക്കിനി കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം. നമുക്കന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാം. ഈ ലെഫ്റ്റ് കിടക്കുന്നത് ഷൊർണൂർ കോയമ്പത്തൂർ മെമു ആണ്. ഇത് 2:50 പോകും. അപ്പോൾ വേണാട് എക്സ്പ്രസ് കൃത്യം 2:35 ഇതാ ഷൊർണൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 7 നിന്നും യാത്ര പുറപ്പെടുകയാണ്. ഞാൻ ഈ ട്രെയിനിന് പോകുന്നതൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇന്ന് ഹാഫ് ഡേ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ 12 മണിക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ഇവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഇത് 2:35 നല്ല ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കൊച്ചുവേളി യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 7 കയറി വന്നു. വിശാഖപട്ടണം ഷെഡിൻ്റെ 37150 ആണ് ലോക്കോ. ഞാൻ end to end യാത്ര ചെയ്തില്ലെങ്കിലും ഷൊർണൂരിൽ നിന്നെങ്കിലും യോഗനഗരി ഋഷികേശ് വരെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് ഈ ട്രെയിനിന്. അത് അങ്ങോട്ട് ഈ ട്രെയിനിന് പോകണം, ഇങ്ങോട്ട് ഈ ട്രെയിനിന് വരണമെന്ന് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ. ഈ വണ്ടിക്ക് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പാൻട്രി കാറില്ല. പാൻട്രി കാറില്ലാത്തൊരു വലിയ പോരായ്മ തന്നെയാണ്, പ്രത്യേകിച്ച് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് പോകുന്നൊരു വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഇപ്പോൾ D10 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ആയിട്ട് വരും D10. അപ്പോൾ ഇവിടെ പണ്ട് ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നതാണ്. ആട് കടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയായി. ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണം ബാക്കിയില്ല. പാലം എല്ലാവരും എടുത്ത് കളഞ്ഞു. ഇവിടെ ഇനിയിപ്പോൾ പുതിയത് വരും എന്നാണ് പറയുന്നത്. ഇവിടെ പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് വരും എന്നാണ് പറയുന്നത്. ഇവിടെ എസ്കലേറ്ററൊക്കെ അടക്കം. ഇവിടെ ഇപ്പോൾ പഴയ ലിഫ്റ്റിൻ്റെ അവശിഷ്ടം, ലിഫ്റ്റ് ഇപ്പോഴും അതിനകത്തുണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല. ലിഫ്റ്റൊക്കെ കാണാം ഇവിടെ. സമയം ഇപ്പോൾ 3:07. ഏകദേശം ഒരു 2:45 കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ കറക്റ്റ് ടൈമിന് വരും എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. പക്ഷേ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. വണ്ടി ഇപ്പോൾ ഷൊർണൂർ ഔട്ടർ എത്തി എന്നാണ് വേറസ്മൈ ട്രെയിൻ പറയുന്നത്. സമയം 3:11. നമ്മുടെ വണ്ടി ഇതാ പതുക്കുള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഇന്നും VAP 7 ആട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ യാത്ര, ഞാൻ ഈ ജനശതാബ്ദിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ VAP 7 ആണ്. ഞാൻ പക്ഷേ വണ്ടി സ്പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന് VAP 4 ഒക്കെയാണ് പതിവ്. വിജയവാഡ ഷെഡിൻ്റെ കവച്ച് ഫിറ്റഡ് ലോക്കോ ആണ് 30668. ഈ വണ്ടിക്ക് എൻ്റെ അറിവിൽ ഇവിടെ ഒരു ക്രൂ ചേഞ്ച് ഉണ്ട്. നമ്മുടെ ജൻശതാബ്ദി എക്സ്പ്രസ് എത്തി. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന 12075 ജൻശതാബ്ദി എക്സ്പ്രസ് ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വണ്ടി ഇപ്പോൾ ഏറെക്കുറെ കാലിയാണ്. എനിക്കൊന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തു നിന്നൊക്കെ ഇത് ഫുള്ളാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റ് മാപ്പ് പ്രകാരം എൻ്റെ ഒരു മിഡിൽ സീറ്റാണ്. ഞാനിപ്പോൾ സീറ്റിൽ അധികം നേരം ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ കൂടുതൽ നേരം ഡോർ തന്നെ ആയിരിക്കും. ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഒന്ന് സീറ്റിൽ കയറി ഇരിക്കാം. മുന്നോട്ട് പോവുകയാണ്. 134691 ആണ്. കോച്ച് പൊസിഷൻ കാണുന്ന സ്ഥലത്തൊന്നും വണ്ടി നിർത്തില്ല. അതേ പോകുന്നു. ഇപ്പോൾ പരസ്യത്തിൽ നിറഞ്ഞിരിക്കുന്ന തടി കേടാകില്ല ഹിൽവുഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പരസ്യമാണിത്. അപ്പോൾ അങ്ങനെ പതുക്കുള്ളിൽ കയറാൻ. സീറ്റ് നമ്പർ 10 ആണ് എൻ്റെ. ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റി. D10 അല്ല, D12 ആയിരുന്നു നമ്മുടെ. D10 ഒരുപാട് ഓൾറെഡി ഒരാളുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ സീറ്റ് നമ്പർ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ D10 ആയിരുന്നു എൻ്റെ. സീറ്റ് നമ്പർ 10 ആണ്. കോച്ച് D12 ആണ്. നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ പുറപ്പെട്ടില്ല പക്ഷേ. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുകയായി. സമയം ഇപ്പോൾ 3:19.
അടിക്കോ. മീൻവേൽ അപ്പുറത്തൊന്ന് യോഗനഗരി ഋഷികേശും പുറപ്പെട്ടു. ചൂട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. എനിക്കൊരു മിഡിൽ സീറ്റായിരുന്നു, പക്ഷെ ജസ്റ്റ് വണ്ടിക്കകത്ത് കയറി ഞാനൊരു അയൽ സീറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അയൽ സീറ്റാണ് ഇപ്പോൾ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അയ്യോ, ഈ ചൂടത്തെ നോൺ എ സി ബുക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ തോന്നുകയാണ്. നമ്മൾ എ സി ബുക്ക് ചെയ്താലും ടൂർ തന്നെയാണ്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ എ സി പോയി ഇരിക്കുമായിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലല്ലോ. FRM 85F അല്ല, ഭീമനായ മെഷീനാണിത്. ടാമ്പിങ് എക്യുപ്മെൻറ്റ് പോലെ ഉണ്ട് കണ്ടിട്ട്, കാരണം ടാമ്പിങ് ഹെഡ്സ് കാണാനുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ട്വിറ്ററിൽ കണ്ടൊരു വാർത്തയാണ്, തിരുനെൽവേലിയിൽ നിന്നും മാംഗ്ലൂരിലേക്ക് ഒരു പുതിയ ട്രെയിൻ അപ്രൂവ് ആയിട്ടുണ്ട്. അത് വീക്ക്ലി സർവീസാണോ എന്താണ് ഡീറ്റെയിൽസ് എന്ന് അറിയില്ല. അത് തിരുനെൽവേലി മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അത് ഇതുവഴിയാണ് ഓടാൻ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി അതൊരു മധുരൈ ഡിണ്ടിഗൽ പൊള്ളാച്ചി അങ്ങനെ ഓടിയാൽ നന്നായിരുന്നു തോന്നുന്നു. ഇനി അറിയില്ല ഇതുവഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി ഈ ട്രെയിനൊക്കെ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നൊരു അഭ്യൂഹമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻഡാണ്, എനിക്കൊന്ന് 7ാമത്തെ കോച്ച് പറ്റും നമ്മളിപ്പോൾ ജസ്റ്റ് ഭാരതപ്പുഴ പാലത്തിലേക്ക് കടക്കുന്നു. അവിടെ ഒരു ആനയെ കണ്ടോ? ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ടോ? വാവ്, താഴെ നിന്ന് കാണാൻ നല്ല ഭംഗിയായതിനെ. ഇവിടെ JCB എന്ത് ചെയ്യുന്നത് അറിയില്ല. ഇവിടെ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്, നല്ലോണം ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ഈ പാലം കടന്നുകൊണ്ട് നമ്മൾ മംഗള എക്സ്പ്രസിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുമാതിരി കഴുത കളിക്കുന്ന പോലെ ഹോം. പുതിയ കിടക്കും നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. റോയപ്പുറത്തിന് 30556 ആണല്ലോ അപ്പോൾ. ഇതാണ് എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. അപ്പോൾ മംഗളയ്ക്ക് ഇപ്പോൾ സ്റ്റാർട്ടറായിട്ടുണ്ട്.
തിരുവനന്തപുരം ഡിവിഷനിൽ ആദ്യത്തെ സ്റ്റേഷൻ വള്ളത്തോൾ നഗരത്തിൽ. നമ്മൾ അധികം താമസിച്ചത് ഏകദേശം ഒരു മുള്ളൂർക്കരയോ എല്ലാം വെച്ച് നമ്മൾ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. നമ്മളന്ന് അതിന് ട്രിപ്പ് അടിച്ചത് പിന്നെ ഞാൻ ആ വണ്ടി കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോഴും സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇവിടെയാണ് മണ്ണിടിഞ്ഞ് വീണത്. ഇവിടെ ചാക്ക് കൂട്ടി വെച്ചിട്ടില്ലേ, ഇവിടെ ഈ ചാക്ക് കൂട്ടി വെച്ചെങ്കിൽ ഇവിടെ ഒരു മണ്ണിടിഞ്ഞ് വീണിട്ട് പിന്നെ ഈ ചാക്ക് വെച്ച് റെയിൻഫോഴ്സ് ചെയ്താണ് അവർ. പക്ഷേ ഇപ്പോൾ വർഷം ഒന്നാവാറായി, ഇതുവരെ അവർ അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ മാറ്റിയിട്ടില്ല. ഇതാണ് അകമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. അകമല അമ്പലം ഇതാണ്, അയ്യപ്പ അമ്പലം. ഈ പ്രദേശത്തിൻ്റെ പേര് അകമല എന്നാണ്. ഇത് കഴിഞ്ഞ് ഒരു വളവ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലമെത്തും. ഉത്രാളിക്കാവിലെ പൂരമൊക്കെ കഴിഞ്ഞു. തൊട്ട് പാരലായിട്ട് പോകുന്നത് ഷൊർണൂർ തൃശ്ശൂർ സ്റ്റേറ്റ് ഹൈവേ ആണ്. ഉത്രാളിക്കാവ്, ഈ കാണുന്ന ഉത്രാളിക്കാവ് അമ്പലം. ഇതൊക്കെ പൂരം കഴിഞ്ഞ് പൂരത്തിൻ്റെ സാധനങ്ങളൊക്കെ അവർ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വടക്കാഞ്ചേരി സ്റ്റേഷൻ എത്തുന്നു. മൈക്ക് മൗണ്ടിങ് ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. വടക്കാഞ്ചേരി സ്റ്റേഷൻ 30391 നേത്രാവതി എക്സ്പ്രസ് ആണ്. നേത്രാവതി എക്സ്പ്രസ്സിന് വടക്കാഞ്ചേരി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ വന്ദേ ഭാരതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക്. സാധാരണ കണ്ടിട്ടുള്ള വന്ദേ ഭാരതിനെ കളമശ്ശേരിയിലൊക്കെ വെച്ച് ഓവർടേക്കുന്നതാണ്. ഇവിടം വരെ എത്തി വേണം. നമ്മളിപ്പോൾ ഏകദേശം മുളമന്നത്തുകാവ് എത്താറായി. അതായിരുന്നു എറണാകുളം KSR ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ ഓടി പൂങ്കുന്ന് എത്തുന്നു. പൂങ്കുന്ന് ഗുരുവായൂർ ലൈൻ കാണാൻ പറ്റും. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ ലൈനിൻ്റെ OHയുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണല്ലോ എന്നുള്ളത്. അതെ, സ്ലോ സ്പീഡ് ഇതാണിത്, റെസ്ട്രിക്റ്റഡ് സ്പീഡ് OH ആണ് ഇവിടെ ഉള്ളത്. കാര്യം ഇതിന് കാറ്റനറി വയർ ഇല്ല, അതിന് സപ്ലൈ വയർ മാത്രമേ ഉള്ളൂ. കാറ്റനറി വയറിലത് ഇവിടെയൊക്കെ കാറ്റനറി വയർ ഉണ്ട്, പക്ഷേ ഉള്ളിലോട്ട് കയറിയാൽ കാറ്റനറി വയറില്ല, സപ്ലൈ വയർ മാത്രമേ ഉള്ളൂ. അതൊരു റെസ്ട്രിക്റ്റഡ് സ്പീഡ് OH ആണ്. സാധാരണ ഇത് ബ്രാഞ്ച് ലൈന്, സൈഡിങ് ലൈൻസിനൊക്കെ ചെയ്യുന്ന OH ആണത്. അതാണ് ഗുരുവായൂർ ലൈനിൽ ചെയ്തിരിക്കുന്നത്.
നമ്മളങ്ങനെ പൂങ്കുന്നം സ്റ്റേഷനെത്തി. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്ക് എത്താം. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ എക്സ്പ്രസ് വരാനുണ്ട്, കൊങ്കൺ റെയിൽവേ വഴിയുള്ള. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു അല്പം ലേറ്റാണ്. ഡി റോഡിൻ്റെ 22031 കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറാണ് വൈകുന്നേരത്തെ. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുന്ന സമയം 4 മണി. തണുത്ത വെള്ളം മേടിച്ചേക്കാം. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡോർ എക്സ്പ്രസ് ഏകദേശം വരാറായിട്ടുണ്ട്. പിന്നെ ഹോണിൻ്റെ ശബ്ദം ഭയങ്കര യൂണീക്കായിട്ട് ഒരുമാതിരി കഴുത കരയുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. ഹൈ പിച്ചിൽ. ലോ പിച്ചിൽ നമ്മുടെ കുട്ടികളുടെ ബി പി ഊതുന്നൊരു എന്നൊരു സൗണ്ടുമാണ്. കോയമ്പലത്തിന് 37784. കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം സീറ്റൊക്കെ കാലിയിട്ട് എനിക്കൊന്ന് തൃശ്ശൂർ എറണാകുളം ഫുള്ളാവുമെന്ന് തോന്നുന്നു. ഓൺബോർഡ് കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫാണ് കാണുന്നത്. ആരൺകോ കാറ്ററിംഗ് ആണ് ഇതിൻ്റെ ഓൺബോർഡ് കാറ്ററിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒല്ലൂർ എത്താറായിട്ടുണ്ട്. നമുക്കിനിയും എറണാകുളത്ത് നിന്ന് ഒരു 3 ക്രോസിംഗ് കൂടി വരാനുണ്ട്. മെമു അല്ലേ, ഏതൊരു ഫ്ലൈറ്റ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഈ പ്രദേശം. അപ്പോൾ ഇതായിരുന്നു എറണാകുളം പാലക്കാട് മെമു. 12 കോച്ചാക്കിക്കൊണ്ട് ഓർഡർ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ 8 കാറിന് ഓടുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹോം സ്റ്റേഷനെ ഇരിങ്ങാലക്കുട പാസ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊന്നും കാണാനില്ല, എല്ലാം പോയോ? ആ മെയിൻ മരങ്ങളെല്ലാം പോയി.
സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് കുറച്ച് മരങ്ങളുണ്ട്, അത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം വെട്ടി കളഞ്ഞു. എന്താണോ ഈ മരമൊക്കെ വെട്ടി കളഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിങ്ങാലക്കുട കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ശാന്തം സുന്ദരമായിട്ട് പാടങ്ങൾ കിടക്കുന്നു. നമ്മൾ ജസ്റ്റ് ചാലക്കുടി സ്റ്റേഷനോട് എടുക്കുന്നു. സ്റ്റോപ്പില്ല, പക്ഷെ സിഗ്നൽ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ജയന്തി ജനത എക്സ്പ്രസ് വരും, 16382 കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ വരും. അതിനുള്ള യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ഗുഡ്സ് യാർഡിൻ്റെ റെനോവേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ എർത്ത് വർക്ക് നടക്കുന്നുണ്ട്. എർത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലാറ്റ് ചെയ്ത് പ്ലാറ്റ്ഫോം ആക്കും. അത് മീൻസ് ട്രക്കുകൾക്ക് വന്ന് ഗുഡ്സ് എടുക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കും. ഇതൊരു എൻജിനീയറിംഗ് കോളേജാണ്. ഇവിടെ ഇതുമുണ്ട്, ഒരു ഹെലിപ്പാഡുണ്ട്. ഈ എൻജിനീയറിംഗ് കോളേജ് ഫ്രണ്ടിലായിട്ടൊരു വിമാനവും വെച്ചിട്ടുണ്ട്. ഇവിടെ ഏവിയേഷൻ ടെക്നോളജി അവർ പഠിപ്പിക്കുന്നുണ്ട്, എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചാലക്കുടി പുഴ, അപ്പോൾ നമ്മളങ്ങനെ കൊരട്ടിയങ്ങാടിയിലേക്ക് എത്തുകയാണ്. സിഗ്നല് ആംബറാണ്, കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി പൂനെ ജയന്തി ജനത ഓഫീസിൽ 37323 ആണ് കേട്ടോ. നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എന്ന് വെച്ചാൽ കേരള എക്സ്പ്രസിനെ ക്രോസ് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ എയർപോർട്ട് എല്ലാ വീഡിയോയിലും കാണുന്നതല്ലേ, നമുക്ക് ഇപ്രാവശ്യം എയർപോർട്ട് കാണണ്ട. ഈ കാണുന്ന കൊച്ചി എയർപോർട്ടിൻ്റെ സിയാലിൻ്റെ ഗോൾഫ് ക്ലബ്ബാണിത്. സിയാൽ ഗോൾഫ് ക്ലബ്ബാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ അപ്രോച്ച് ലൈറ്റ്സ് ഇരിക്കുന്നത്. ഈ കാണുന്ന മഞ്ഞ പോസ്റ്റിനൊക്കെ മുകളിലുള്ള അപ്രോച്ച് ലൈറ്റ്സ് ആണ്. റൺവേ അപ്രോച്ച് ലൈറ്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ മറ്റേ ഗോൾഫ് ക്ലബിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതാണ്. വാട്ടർ ഇത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഗോൾഫ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഈ കളിയെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടുമില്ല.
ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചോര ഇൻ്റർമീഡിയറ്റ് ബ്ലോക്കിൽ റെഡാണ്. നമ്മുടെ തൊട്ട് മുന്നിൽ വേണാട് എക്സ്പ്രസ് പോകുന്നുണ്ട്. വേണാട് ഇപ്പോൾ ആലുവ സ്റ്റേഷനോട് കയറിയിട്ടുണ്ടാവുള്ളൂ. മീൻവേൽ ഓപ്പോസിറ്റ് ലൈനിൽ കേരള എക്സ്പ്രസ് വരുന്നുണ്ട്. ഈ റോഡിൻ്റെ 370 കേരള എക്സ്പ്രസ്സിൽ നിന്നൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. അധികം താമസിച്ചത് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ പെരിയാറിന് കുറുകെയുള്ള ആദ്യത്തെ പാലത്തിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വെള്ളത്തിൻ്റെ അളവ് നല്ലോണം താന്നിട്ടുണ്ട്. പായല മുഴുവൻ. പെരിയാറെത്തി. പെരിയാർ തിരുവനന്തപുരം യശ്വന്ത്പൂർ AC എക്സ്പ്രസ്. ബാക്കി നമ്മൾ ഇവിടെ വെച്ച് ക്രോസ് ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ആലുവ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റിന് റേറ്റ് കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഞായറാഴ്ച രാത്രി പോകുന്ന വീക്കിലി വണ്ടിയുടെ ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ എത്തിക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1. സ്റ്റാർട്ടർ എപ്പോഴും വേണ്ടിയാണ്, പുറപ്പെടില്ല. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങി. നമ്മുടെ കോച്ചിൽ ആരും കയറിയിട്ടില്ല, ഇറങ്ങൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഷാലിമാർ നാഗർകോവിൽ എക്സ്പ്രസ് ഉണ്ട്, ഗുരുദേവ് എക്സ്പ്രസ് വരുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഈ കേൾക്കുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യും. നമ്മുടെ ആലപ്പുഴ ചെന്നൈ എഗ്മോർ നമ്മൾ ക്രോസ് ചെയ്യും. അതിപ്പോൾ റീസെൻ്റ്ലി LHB കോച്ചായിട്ടുണ്ട്. ഡിപ്പാർച്ചർ എടുത്ത ഉടനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്കിപ്പ് ചെയ്യും. നമുക്കതിനപ്പുറത്തെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നമ്മുടെ ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഒന്ന് കാണണം. ഇപ്പുറത്തെ സൈഡിൽ നല്ല വെയിലാണ്, അപ്പുറത്ത് നല്ല സുഖമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ടു. വരുന്നതാണ് നമ്മുടെ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. പുതിയതായിട്ട് LHB കോച്ചുകൾ കിട്ടിയിട്ടുണ്ട്. അവർ വേണാട് എക്സ്പ്രസ്സിന് നമ്മുടെ മുന്നിൽ വിട്ടിട്ടുണ്ട്. ഈ വേണാട് എക്സ്പ്രസ് നമ്മുടെ മുന്നിൽ കിടന്ന് പോകുന്നതുകൊണ്ട് എന്താ പറയുക, സിഗ്നലില്ല. നമ്മളെല്ലാ സ്ഥലത്തും ആംബറാണ്. നമ്മൾ ജസ്റ്റ് കളമശ്ശേരി എത്തുന്നു. ഇപ്പോൾ ഒരു ലൈറ്റ് WDG4 പോകുന്നുണ്ട്, 12606.
പ്രീമിയർ ടയേഴ്സ് കളമശ്ശേരി. ഇപ്പോൾ ഇത് അപ്പോളോ ടയേഴ്സാണ്, പ്രീമിയർ ടയേഴ്സ് അല്ല. പഴയ ലോക്കോ ഡീറെയിൽമെൻ്റ് ഉണ്ടായ സൈഡിങ് അവർ റെസ്റ്റോർ ചെയ്തു കേട്ടോ. റെസ്റ്റോർ ചെയ്ത് അവിടെ പുതിയ OHE പോളും നാട്ടി. ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിനുള്ള ക്യാബിനാണ്. അതിനകത്ത് എക്യുപ്മെൻ്റൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങിയവർ. ഭയങ്കര ബോറിങ് യാത്ര കേട്ടോ ഇത്. ഇവിടെ വീണ്ടും ആംബറാണ്. നമ്മുടെ എടപ്പള്ളി സ്റ്റേഷനോട്ട് പറയുന്നത് ഇവിടെ ചിലപ്പോൾ നിർത്തിയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം എടപ്പള്ളി ടു എറണാകുളം ടൗൺ നല്ല ലോങ് ബ്ലോക്ക് സെക്ഷനാണ്. വേണാട് അതിൽ കയറിയിട്ട് ഉള്ളൂ തോന്നുന്നു. നമ്മളിപ്പോൾ അധികം താമസിയാതെ നമ്മുടെ ഇവനെ ക്രോസ് ചെയ്യണം. ഇതിൻ്റെ പേര് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്. എടപ്പള്ളി എത്തി. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാൻ വലിയ താമസം ഉണ്ടാവില്ല. അത് മിക്കവാറും എറണാകുളം ടൗൺ വിട്ടിട്ടുണ്ടാവണം. നമ്മുടെ തൊട്ടടുത്ത കോച്ചിൻ്റെ മുകളിൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വർക്കിംഗ് ആണോ എന്നറിയില്ല കേട്ടോ. സോളാർ പാനൽസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ ഒരു ചെറിയൊരു ശിവക്ഷേത്രമുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പണ്ട് ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് ഇത്രയും വലിപ്പമുണ്ടാകുന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അമൃതയിൽ പഠിക്കുന്ന കാലത്ത്. ഇവിടെ ട്വിൻ ഭിലായ് വാഗ്നൈൻസ് കിടക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാഗ്നൈനെ അടുത്ത് കണ്ടത് ഇതേ സ്പോട്ടിൽ വെച്ചാണ്. സെയിം സ്പോട്ടിൽ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. കാര്യം അവിടെ കൊന്ന പൂത്ത് നിൽക്കുന്ന സ്ഥലമില്ല. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെയാണ് കോളേജ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരാറ്. ഈ ക്യാമ്പസിനുള്ളിലായിരുന്നു ഞാൻ എൻ്റെ PG ചെയ്തത്, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഭംഗിയില്ലേ സ്ഥലം കാണാൻ? ഈ സ്ഥലത്തിൻ്റെ ഭംഗി വേറെ ലെവലാണത്. ഇതുവഴിയൊക്കെ റെഗുലറായിട്ട് ബോട്ട് സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ട്രാഫിക്കിന് എന്തോരം വ്യത്യാസം വരുമെന്നറിയാമോ? ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ വല്ലാർപാടത്തേക്ക് പോകുന്ന ട്രാക്ക് മുകളിൽ കൂടെ പോകുന്ന കാണാം. അതിവിടുന്ന് അങ്ങനെ ഒരു പാലം കയറിയും വല്ലാർപാടത്തേക്ക് പോകും. ഈ കാണുന്ന പാലം വഴി നേരെ വല്ലാർപാടത്തേക്കാണ് പോകും. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്തു.
എറണാകുളം നോർത്ത്, എറണാകുളം ടൗൺ സ്റ്റേഷനിലെ കൺസ്ട്രക്ഷൻ കണ്ടോളൂ. അപ്പം അങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ സൗത്ത് സ്റ്റേഷൻ, എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനോട് അടുക്കുന്നു. പ്ലാറ്റ്ഫോം 1ലേക്ക് പോകുന്നോ? അത് വെറൈറ്റി ആണല്ലോ. ഞാൻ ആദ്യമായിട്ട് 1ൽ പോകുന്നതാണ് കാണുന്നത് കേട്ടോ. സാധാരണ അതിൽ ഞാൻ ഇതിനെ 4ലാണ് കണ്ടിട്ടുള്ളത്. അത് പ്ലാറ്റ്ഫോം 1ലോട്ട് പോകുന്നു. ഇവിടെ 1 എന്ന് പറയുമ്പോൾ മെയിൻ ലൈൻ ഡിപ്പാർച്ചർ ആലപ്പുഴയിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ വലിച്ചെടുത്തങ്ങ് വിടാൻ പറ്റും. നാരക്കോണത്തിന് വാപ്ഫോർ 22618 ആണ് ഇവിടുത്തെ സ്പെയർ ലോക്കോ. എറണാകുളത്ത് ഇതല്ലാണ്ട് അപ്പുറത്ത് ട്രിപ്പ് ഷെഡും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വണ്ടി ലേറ്റാണ്. എറണാകുളം വൈകുന്നേരമാണ്. നല്ല തിരക്കുണ്ട്. വണ്ടി പാക്കായിട്ട് പോവാം. പക്ഷെ നമ്മുടെ കോച്ചിലൂടെ ഇറങ്ങാൻ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കോച്ചിൽ വലിയ ബോർഡിംഗ് ഉണ്ടാവില്ല. Junction, platform number 5 at 18 hours 25 minutes. ഭീകര തിരക്കാണല്ലോ. അഞ്ച് 38 നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടോ. നല്ല തിരക്ക്. നമ്മുടെ കോച്ചിലും കയറാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കോച്ചിലൂടെ എല്ലാ കോച്ചിലും കയറാൻ ആളുണ്ട്. അതായത് എനിക്കൊന്ന് ഒരുപാട് പേര് എറണാകുളം ബോർഡിങ് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വെച്ചിട്ട് എറണാകുളം ബോർഡിങ് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ കോച്ചിലാണ് കിട്ടിയത്. നമ്മുടെ കോച്ചിലൂടെ വരെ കാലിയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഫുള്ളാവും. അപ്പോൾ സമയം 5:42. നമ്മൾ എറണാകുളം ജംഗ്ഷൻ ജസ്റ്റ് ആണെങ്കിൽ തുടങ്ങി. ഇവിടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്ക് വീണ്ടും തുടങ്ങി. പുതിയ കമ്പിയൊക്കെ കാണാനുണ്ട്. ഇവിടെ മറച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. നമുക്ക് പിന്നൊരു അവസരത്തിൽ നമ്മൾ എറണാകുളത്തു നിന്നൊരു യാത്ര തുടങ്ങാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ എറണാകുളം സ്റ്റേഷൻ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിന്ന് പുറത്തുനിന്ന് കാണുകയൊക്കെ ചെയ്യാം. നല്ല നിറഞ്ഞു കവിഞ്ഞിരുന്നുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമാണ്. കാലിയതുണ്ടോ? ഇവിടെ ഇപ്പോൾ റെയിൽ ഗിയർ വരുന്നില്ല. ഫുള്ള് മറ്റേ ഗ്രീൻ വാലി ഇരിക്കുന്നത്. ഇതൊരു എക്സിറ്റ് ആട്ടോ സ്റ്റേഷൻ. ഇപ്പോൾ ഉള്ളൊരു എക്സിറ്റാണിത്. ഇങ്ങനെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ മറ്റേ ബലാസ്റ്റോൺ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് മറ്റേ സൈഡിങ് പണിയാണല്ലാന്ന് തോന്നുന്നു. ART സൈഡിങ്, ആക്സിഡൻ്റ് റിലീഫ് ട്രെയിനിൻ്റെ സൈഡിങ് പണിയാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ആണോ വീഡിയോ എടുക്കുന്നത്? ഇവിടെയാണ് പുതിയ ART സൈഡിങ്ങും അതിനപ്പുറത്തായിട്ട് VIP സൈഡിങ്ങും വരും. പണ്ടിവിടെ VIP സൈഡിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടും കൂടി വരാൻ പോകണം ഇവിടെ. ആക്സിഡൻ്റ് റിലീഫ് ട്രെയിൻ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പ്ലാറ്റ്ഫോം 2ന് ലെങ്ത്ത് കൂട്ടാം. അപ്പോൾ പിന്നെ കൂടുതൽ കോച്ചസിലെ ട്രെയിനോട് നിർത്താൻ പറ്റും. ശ്രീ വെങ്കടാചലപതി കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് പുതിയ കോൺട്രാക്ടർ. അപ്പോൾ മറ്റേ കോൺട്രാക്ട് മിക്സിംഗ് പ്ലാന്റും ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ.
അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇത് മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. നേരെ ഇതേ ലൈൻ വഴിയാണ് നമ്മൾ ആലപ്പുഴയിലോട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇവിടുന്ന് റൈറ്റിലോട്ട് ഇറങ്ങി പോകുന്ന ലൈനാണ് ഇങ്ങോട്ട് പോകുന്നത്, നമ്മുടെ എന്താ പറയുക, കൊച്ചിൻ ഹാർബർ ടെർമിനൽസിലേക്ക്. ഇതൊരു മെയിൻ ലൈൻ ഡിപ്പാർച്ചർ ആണെന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് ഡിപ്പാർട്ട്. ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ട്രാക്കാണ് കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് മട്ടാഞ്ചേരിയിലോട്ടൊക്കെ പോകുന്നത്. കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് ലൈനിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ ഇതോടുകൂടി തീരുകയാണ്. ഈ സ്റ്റോപ്പ് സൈനോട് കൂടി കൊച്ചിൻ ഹാർബർ ടെർമിനൽസിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ തീരുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹാർബർ ടെർമിനൽസ് ലൈൻ ഇലക്ട്രിഫൈഡ് അല്ല, ഡീസൽ ലൈനുമാണ്. മീൻവെൽ നമ്മൾ പതുക്കെ സ്പീഡ് റെസ്ട്രിക്ഷൻ കഴിഞ്ഞ് സ്പീഡ് പിടിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഒഫീഷ്യലി 110 kmph ലൈനിലോട്ട് കയറി കേട്ടോ. ഹാർബർ ടെർമിനൽസിലോട്ട് പോകുന്ന ലൈൻ്റെ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞങ്ങ് പോകും. ഈ ലൈൻ വഴി ട്രെയിൻ ഓടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിളിംഗ് വർക്കിൻ്റെ കുറച്ച് പ്രോഗ്രസ് കാണാനുണ്ട്. ഒരുപാടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ച് എർത്ത് വർക്ക് കാണാനുണ്ട്, അത്രേ ഉള്ളൂ. ഒരുപാട് വർക്കൊന്നും നടന്നിട്ടില്ല. ഇവിടെയൊക്കെ ബിൽഡിങ്സ് പൊളിച്ചു തുടങ്ങി. ഇത് പുതിയ പാലം പണിക്കുള്ള എക്യുപ്മെൻറ്റ് വന്നിരിക്കുന്നത്. പാലത്തിന് വർക്ക് സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. ചമ്പക്കര കനാലായിരുന്നത്. ഇവിടെ പ്രിപ്പറേറ്ററി വർക്ക്സ് കാണാനുണ്ട്. ഈ ഒരു സ്ട്രെച്ച് എറണാകുളം മുതൽ അരൂർ വരെയുള്ള സ്ട്രെച്ച് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇപ്പോൾ എറണാകുളം തുറവൂർ ഡബിളിംഗ് വർക്ക് നടക്കുന്നുണ്ട്. തുറവൂർ ടു മാരാരിക്കുളം കഴിഞ്ഞിടയ്ക്ക് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആലപ്പുഴ ടു അമ്പലപ്പുഴ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇനി മാരാരിക്കുളം ടു ആലപ്പുഴ മാത്രമാണ് അപ്രൂവൽ ആവാൻ ബാക്കിയുള്ളത്. അതും കൂടെ അപ്രൂവ് ആയി വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈൻ ഫുള്ള് ഡബിളിംഗ് ആവും. ഒരു ഡബിൾ ആമ്പർ കാണാനുണ്ട്. ഇവിടെയും പാലം പണിയുള്ള പ്രിപ്പറേറ്ററി വർക്ക്സ് ഒക്കെ കാണാനുണ്ട്. വർക്ക് സ്റ്റാർട്ടായിട്ടില്ല, ആക്ച്വൽ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. വിവിധ ദ്വീപുകൾ കാണാം നമുക്ക്. പൊളിയല്ലേ? ഇവിടെ ഒക്കെ തന്നെ പ്രിപ്പറേറ്ററി വർക്ക്സ് കാണാം നമുക്ക്. ഈ മൺസൂണിന് മുമ്പ് അവർ തോക്ക് കംപ്ലീറ്റ് ചെയ്തില്ല തന്നെ വീണ്ടും വെള്ളക്കെട്ടാവും. കഴിഞ്ഞ കൊല്ലം മഴക്കാലത്ത് ഇവിടെ ഫുള്ള് വെള്ളക്കെട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജധാനി എക്സ്പ്രസ് വീഡിയോ കണ്ടതിൽ കാണാം.
സ്റ്റേഷനാണ്. ഇതാണ് എറണാകുളം ജില്ലയിലെ അവസാനത്തെ സ്റ്റേഷൻ. ഇത് കടന്നാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടെയൊക്കെ അകത്തുമൊക്കെ ആയിക്കഴിഞ്ഞു. യാർഡിനുള്ള അകത്തുമൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. അതൊക്കെ കഴിഞ്ഞു ഇവിടെ. ഇപ്പോൾ നമ്മൾ അരൂർ പാലം എത്തുന്നു. ഇതാണ് ഈ സ്ട്രെച്ചിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കാണാം. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഇവിടെ. ഇവിടെ റൈറ്റ് സൈഡിൽ എറണാകുളം ജില്ല, ലെഫ്റ്റ് സൈഡിൽ ആലപ്പുഴ ജില്ലയാണ്. ഇവിടെയൊക്കെ വർക്ക് നിങ്ങൾക്ക് കാണാം, പ്രോഗ്രസ് ഉണ്ട്. ഇവിടെയൊക്കെ പിയർ ക്യാപ്പ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അധികം താമസിച്ചത് ഇവിടെ ഗേഡേഴ്സും വന്നു തുടങ്ങുമെന്ന് തോന്നുന്നു, കണ്ടിട്ട് വർക്ക് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം ജില്ല കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ഗേഡേഴ്സിലുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. സ്റ്റീൽ ഗേഡറാണ് വരാൻ പോകുന്നത് ഇവിടെ. അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തല എത്താറായിരുന്നു. ഈ കാണുന്ന നാഷണൽ ഹൈവേ കേട്ടോ. ചേർത്തല സ്റ്റേഷനിലേക്ക് എത്തുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ അവസ്ഥ എന്താണോ? നമ്മൾ ലൂപ്പിലേക്ക് കയറുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരതിനോട് വെച്ച് ക്രോസ് ചെയ്യും. സീറ്റിലിരുന്നിട്ട് ഭയങ്കര ചൂട്. അതായത് ഫാനിന് തീരെ കാറ്റും വരുന്നില്ല, പിന്നെ ജനലുകളിൽ നിന്നും കാറ്റ് വരുന്നില്ല. നമ്മളങ്ങനെ ചേർത്തല സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 6:14. ഇനി അങ്ങോട്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നും കയറാനുണ്ടാവില്ല കേട്ടോ. ഇനി മൊത്തം ഇറങ്ങലായിരിക്കും. അങ്ങനെ നമ്മൾ ചേർത്തല സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്.
Possibly your assistant grade, do not force the railway back. ടോയ്ലറ്റിൽ ഫ്ലഷ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കര സ്മെല്ല്. അങ്ങനെ ചേർത്തല്ലേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. അൺഫോർച്ചുനേറ്റ്ലി നാളെ നമ്മൾ റിട്ടേൺ യാത്ര നമ്മൾ ഇതേ വഴി കൂടെ വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാഴ്ചകൾ കുറച്ചൊക്കെ ഓവർലാപ്പിംഗ് ആയിരിക്കും. ഞാൻ ഓവർലാപ്പ് മിനിമൈസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കാം. പിന്നെ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഇതും പിന്നെ വന്ദേ ഭാരത്. വേണാട് ഞാൻ ആദ്യമേ റോൾ ഔട്ട് ചെയ്തു. എനിക്ക് ജനശതാബ്ദിയിലെ വന്ദേ ഭാരത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ദേ ഭാരത് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വന്ദേ ഭാരത് തന്നെ ചെയ്യുന്നു. നമ്മുടെ വെച്ചാൽ വന്ദേ ഭാരത് ഉണ്ട്. അപ്പോൾ നമുക്ക് ജനശതാബ്ദിക്കൊന്ന് പോയേക്കാം. അപ്പോൾ അങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറി പിന്നെ നമുക്ക് ആലപ്പുഴ എത്തിയിട്ട് കാണാം. മിക്കവാറും ആലപ്പുഴ എത്തുമ്പോഴേക്കും ഇരുട്ടാവും. നമ്മളത് വീണ്ടും ലൂപ്പ് ലൈനിലേക്ക് കയറുന്നു. വീണ്ടും ഒരു ക്രോസിംഗ് ഉണ്ട്. ഇത് മിക്കവാറും ആലപ്പുഴ എറണാകുളം പാസഞ്ചർ ആയിരിക്കും. ഞാൻ വിചാരിച്ചവരെ ആ പാസഞ്ചറിനെ അവിടെ പിടിച്ചു വയ്ക്കുമെന്ന് വിചാരിച്ചു ആലപ്പുഴയില്ല നമ്മളെത്തുന്നവരെ. പക്ഷേ അതിനെ അവിടെ നിന്ന് വിട്ടു. ഇവിടെ എത്താനാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലൂപ്പിലോട്ട് കയറണം. മാരാരിക്കുളം സ്റ്റേഷനാണിത്. ഇതാണ് മാരാരിക്കുളം സ്റ്റേഷൻ. മാരാരിക്കുളം സ്റ്റേഷൻ ഈ സൈഡിലാണ് മെയിൻ പ്ലാറ്റ്ഫോം. പാസഞ്ചർ കലവൂർ എത്തി എന്നാണ് വൈറസ് മെട്രെയിൻ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കൂടി ഉള്ളൂ, പെട്ടെന്ന് വരും. ഈറോഡ് ഷെഡിൻ്റെ 22852 EDDX-ൻ്റെ വണ്ടിയുടെ നോർത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോക്കം തോന്നും. ആ റെഡ് ഒരു സദൺ റെയിൽവേ റെഡ് അല്ല. ഇതാണ് ആലപ്പുഴ എറണാകുളം പാസഞ്ചർ. ഇതാണെന്ന് തോന്നുന്നു ഇപ്പോൾ രാത്രിയായിട്ട് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാകുന്നത്. ആ ട്രെയിൻ ഏറെക്കുറെ കാലിയാട്ടോ. സ്ലീപ്പറാണ്, കിടന്നുറങ്ങിപ്പോകും അത്രയുള്ള ആൾക്കാർ. നമ്മളങ്ങനെ മാരാരിക്കുളത്തുനിന്ന് ക്രോസിങ് കഴിഞ്ഞ് പുറപ്പെട്ടു. ന്യൂലി എക്സ്റ്റൻഡ് പോർഷൻ. അവിടുത്തെ ഫ്ലോറിങ്ങിനും വ്യത്യാസമുണ്ട്, മൊത്തത്തിൽ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഈ സമയത്ത് എൻ്റെ അറിവിൽ ഇതുവഴി വേറെ വണ്ടിയൊന്നുമില്ല. എന്നാലും നമ്മളെ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വിട്ടിരിക്കുന്നത്. അതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. പ്ലാറ്റ്ഫോം 1 എടുത്താൽ പോരായിരുന്നോ? പ്ലാറ്റ്ഫോം 2 നമ്മൾ പോകുന്നത്. എന്തോ സീനുണ്ടായി. ആരോ വീണു തോന്നുന്നു. അവിടെ ആൾക്കാർ ഓടി വന്ന് വലിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്.
നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്നറിയില്ല. നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തുകയാണ്. ഇത് അവിടെ ആയിട്ട് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. അതിന് ഇവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് ഉള്ളതാണ്. ഈ റേക്കിൻ്റെ ഒരു കഷ്ണം ചിലപ്പോൾ ഉള്ളിൽ പോയിട്ടുണ്ടാവും, യാർഡിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ ഇത്രേ ഉള്ളൂ, ഇവിടം വരെ ഉള്ളൂ. ബാക്കി കോച്ചിൻ്റെ റേക്കിൻ്റെ ബാക്കി യാർഡ് പോയിരിക്കാം. റോയപ്പുറത്തിന് ഈ റോഡിന് 30717 ആണ് ഇപ്പോൾ. ഒരു ഡെയർ ഐഡിയ എനിക്ക് മനസ്സിലുണ്ട്. ആലപ്പുഴ മുതൽ ധൻബാദ് വരെ എൻഡ് ടു എൻഡ് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിന്. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. കമൻറ്റുകളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു എൻഡ് ടു എൻഡ് വീഡിയോ ആലപ്പുഴ ടു ധൻബാദ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടം വരെയുള്ള വീഡിയോ ഇത് എങ്ങനെ പോകുന്നു ഇപ്പോൾ? കൊള്ളാമോ? എനിക്ക് ചൂട് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല അടിപൊളി ചൂട്. കോച്ചിനകത്താണെങ്കിൽ ശരിക്കും കാറ്റ് വരുന്നില്ല, ഫാനും കാറ്റില്ല, മറ്റേ എന്താ പറയുന്നത് ജനൽ വഴിയും കാറ്റൊന്നും വരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിനകത്ത് ചൂട് കാരണം. ഈ കോച്ചൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. പുതിയ കോച്ചുകളുടെ വിൻഡോസ് നല്ലതാണ്, പക്ഷേ സീറ്റ് ഭയങ്കര മോശമാണ്. അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് രണ്ടിലെടുത്തെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ക്രോസിംഗ് വല്ലതും ഉണ്ടോ എന്തോ സീൻ എന്നുള്ളത് അറിയില്ല. എന്തുകൊണ്ടോ നമ്മൾ 2 കൊണ്ടു കയറ്റി, 1 കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ എൻ്റെ കോച്ച്, നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇരിക്കുന്ന 24-ന് പരസ്യമുള്ളൊരു കോച്ചാണ്, 094006. ഗാർഡ് പച്ച ഫ്ലാഷ് ഏകദേശം 1.5 മിനിറ്റായി ഇപ്പോഴാണ് വണ്ടി വിടുന്നത്. നമ്മളങ്ങനെ പുറപ്പെടുകയും സമയം ഇപ്പോൾ 7:04. നമുക്കിനി അടുത്ത സ്റ്റോപ്പ് കായംകുളത്താണ്. നമ്മളിപ്പോൾ ഏകദേശം 29 മിനിറ്റോളം ലേറ്റാണ്. 9 മിനിറ്റ് ലേറ്റാണ്. വൈറസ് ട്രെയിൻ പറയുന്നത് എന്നാലും തിരുവനന്തപുരത്ത് ബിഫോർ ടൈം നിന്ന് കയറുന്നതാണ്, കണ്ടറിയാം. അടുത്ത സ്റ്റോപ്പ് കായംകുളം. അതിന് മുമ്പായിട്ട് നമ്മൾ മിക്കവാറും നമ്മുടെ കൊച്ചുവേളി മൈസൂർ, തിരുവനന്തപുരത്ത് മൈസൂർ എക്സ്പ്രസ് നമ്മൾ ക്രോസ് ചെയ്യും. എൻ്റെ ഒരു കണക്ക് വെച്ച് അതിന് നമ്മൾ ഏകദേശം അമ്പലപ്പുഴ വെച്ച് ക്രോസ് ചെയ്യണം. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷൻ കഴിഞ്ഞു. അവിടെ മുകളിൽ കൂടെ ബൈപ്പാസ് റോഡ് പോകുന്ന കാണാം. ഇതാണ് ആലപ്പുഴ ബൈപ്പാസ്. സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന കാണാം. ഇതാണ് ആലപ്പുഴയിലെ പിറ്റ് ലൈന്. പിറ്റ് ലൈനിൽ ധൻബാദ് എക്സ്പ്രസിൻ്റെ റേക്കിൻ്റെ ഒരു കഷ്ണം കിടപ്പുണ്ട്. ആ റേക്കിൻ്റെ റിയർ ഹാഫാണ് അതിവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് കഴിഞ്ഞ് ഈ പോർഷൻ സ്റ്റേഷനിലേക്ക് ഷണ്ട് ചെയ്തിട്ട് അവിടെ കിടക്കുന്ന പോർഷൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഡബിളിങ് വരുമ്പോൾ ഈ പിറ്റ് ലൈൻ പോകുമെന്നാണ് പറയുന്നത്. പിറ്റ് ലൈൻ മാറ്റരുത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ MP KC വേണുഗോപാൽ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി ഈ ഒരു കാര്യം പുള്ളി നേടിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം പിറ്റ് ലൈൻ എന്ന് പറയുന്നത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്. കിട്ടിയ സാധനം കളയല്ല വേണ്ടത്. അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഡബിളിങ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിന്തിക്കേണ്ടത്. മാറ്റം സഹിക്കാൻ വയ്യ റേക്കിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ.
നമ്മളങ്ങനെ അമ്പലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡബിൾ ലൈൻ ടെറിട്ടറിയിലോട്ട് കയറി. ഇനി നമുക്ക് തിരുവനന്തപുരം വരെ ഡബിൾ ലൈനാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് വരും. അതിനുള്ള യാത്രക്കാരെ അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്ന കാണാം. അവിടെയാണ് അമ്പലപ്പുഴ സ്റ്റേഷൻ ബിൽഡിങ്. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ കായംകുളം സ്റ്റേഷനോട് കയറി പോകുന്നത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇതിപ്പോൾ 2 AC ചേർക്കാറുണ്ടോ? അടിപൊളിയാണല്ലോ. 2 ഫുള്ളാണ്. ഈ ട്രെയിന് ശരിക്കും 2 AC ചേർക്കാറ് വേണം. നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ കായംകുളം സ്റ്റേഷനിലേക്ക് എത്തണം. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3 എന്ന് പറയുന്നത് മെയിൻ ലൈനാണ്. ഇവിടുന്ന് നമുക്കിവിടുന്ന് മെയിൻ ലൈൻ ഡിപ്പാർച്ചർ കിട്ടും. ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും എറണാകുളം തിരുവനന്തപുരം ലൈനിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 110 തന്നെയാണ്. ഇവിടെ തൊട്ട് മുന്നിലായിട്ട് ഇവൻ പോയിട്ടുണ്ട്, കേരള എക്സ്പ്രസ് പോയിട്ടുണ്ട്. കേരള എക്സ്പ്രസ് ശരിക്കും 9:50-നും നമ്മൾ 9:25-നുമാണ് തിരുവനന്തപുരം എത്തേണ്ടത്. നമ്മൾ കേരള എക്സ്പ്രസ്സിന് ഓവർടേക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതോ അവൻ തന്നെ ഫ്രണ്ടിൽ പോയി നമ്മൾ പുറകെ ചെന്ന് കയറുകയാണ്, എന്താ ചെയ്യുമ്പോൾ അറിയില്ല. അപ്പോൾ അങ്ങനെ 7:46-ന് നമ്മൾ കായംകുളത്ത് നിന്ന് പുറപ്പെട്ടു. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ 2 പ്രാവശ്യം പല സ്റ്റേഷനിലായിട്ട് ഇറങ്ങി തണുത്ത വെള്ളം മേടിച്ചു. ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷേ ചൂട് കാരണം ഒരു രക്ഷയില്ല. ഇവിടൊരു ബേസ് കിച്ചണുണ്ട്, ഒരു ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻറ്റും ഉണ്ട് ഇവിടെ. ഫുഡ് ട്രാക്ക് അല്ല, ബേസ് കിച്ചൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ വണ്ടികൾ കോച്ച് പൊസിഷൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ഉടനെ ഇവിടെ എത്തില്ല. അപ്പോൾ അങ്ങനെ കായംകുളം കഴിഞ്ഞു. നമുക്കെന്ന് ഇനിയിപ്പോൾ കൊല്ലം എത്തിയിട്ട് കാണാം. പെരിനാട് സ്റ്റേഷനാണ് നമ്മളകത്ത് കേരള എക്സ്പ്രസ് കിടക്കുന്നത്. കേരള എക്സ്പ്രസ് പെരിനാട് ഇങ്ങോട്ടേക്കാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. സക്സസ്ഫുള്ളി കേരള എക്സ്പ്രസ്സിനെ തൂക്കിയിട്ട് ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിലോട്ട് കയറാൻ പോകും. ഇങ്ങോട്ട് എത്തിയപ്പോൾ മഴ നിന്നോട്ട്. മഴ ആ ഭാഗത്തില്ല, പെരിനാട് ഭാഗത്ത് മാത്രം മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് പക്ഷേ ക്ലൗഡി ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് മഴയില്ല. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലോട്ട് കയറുകയാണ്. റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ട്രെയിൻ ഉണ്ടാവും, മലബാറോ ഏതെങ്കിലുമൊക്കെ വണ്ടി ഉണ്ടാവും. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കളക്ട് ചെയ്യണം. ഡിന്നർ ഇവിടുന്ന് ഞാൻ കഴിച്ചേക്കാമെന്ന് വെച്ചു. ലെഫ്റ്റ് സൈഡിലൊരു മെമോ, റൈറ്റ് സൈഡിൽ ഏതോ വണ്ടി ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ആ മെമോ. കേരളത്തിന്റെ പുരോഗതിക്കായുള്ള നിക്ഷേപം. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് എത്തുകയാണ്.
സ്കൈ ഡെക്കിൻ്റെ സ്ട്രക്ചർ വന്നു. Gari number 8JJ അപ്പം നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെടുകയായി. 02 ഇപ്പോഴത്തെ സൈഡിൽ മലബാർ വരുമെന്ന് അനൗൺസ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ മലബാർ ആ ഹോം കഴിഞ്ഞതായിട്ടാണ് എനിക്ക് കാണുന്നത്. Junction. Platform number ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്ക് നടക്കുകയാണ്. പ്ലാറ്റ്ഫോം മറ്റേ സ്കൈ ഡെക്കിൻ്റെയും ഇത് ലിഫ്റ്റിൻ്റെയാണ് തോന്നുന്നത്. വർക്ക് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ റൂഫും ഒക്കെ പൊളിക്കിടക്കുകയാണ്. റൂഫും ഒന്നുമില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. മലബാറിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. കുറച്ച് നേരത്തെ ഒരു സൗണ്ട് കേട്ടത് രാജധാനി എക്സ്പ്രസ് ആയിരുന്നു. തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ 12431 രാജധാനി എക്സ്പ്രസ് ആയിരുന്നു സൗണ്ട് കേട്ടത്. അതെന്തായാലും പോയി. അപ്പോൾ മലബാർ വരും. മലബാറിനൊന്ന് കണ്ടേക്കാം കാണാൻ പറ്റുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട് വർക്കലയിൽ. വർക്കല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവനന്തപുരമാണ് സ്റ്റോപ്പുള്ളത്. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്തുകൊണ്ട് അതിനെ റിവ്യൂ ചെയ്യുന്നില്ല. പിന്നെ കേരള എക്സ്പ്രസ് നമ്മൾ തൂക്കുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. കേരള എക്സ്പ്രസ്സിനെ കറക്റ്റ് പെരുന്നാട് തൂക്കി. അതിനെക്കാട്ടും നല്ല കേരള കായംകുളം തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. സ്റ്റോപ്പില്ലാതെ പെരുന്നാട് കൊണ്ടൊന്ന് ലൂപ്പ് ചെയ്യുന്നതിന് വരെ മലബാർ എത്തി. ഞാനൊരു സീറ്റ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ഇതാണ് നമ്മുടെ സീറ്റ്. സീറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ്. ഒരു ട്രേ ടേബിൾ വന്നിട്ടുണ്ട്. പക്ഷേ ട്രേ ടേബിൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, ഇങ്ങനെ വീണ് കിടക്കുന്നത്. പിന്നെ കറക്റ്റായിട്ടൊരു ആണി കൊടുക്കാത്തതുകൊണ്ടാണത്. ട്രേ ടേബിളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പുതിയ ട്രേ ടേബിൾസാണ് എല്ലാം. പിന്നെ കംഫർട്ടിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തീരെ തൈ സപ്പോർട്ടില്ല സീറ്റിന്. പിന്നെ ലെഗ് റെസ്റ്റൊക്കെ കൊള്ളാം. ലെഗ് റെസ്റ്റൊക്കെ നല്ല ലെഗ് റെസ്റ്റാണ്. പിന്നെ ഇതുണ്ട്, നമ്മുടെ വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ആൾക്കാർ കച്ചറായിട്ട് വെച്ചിരിക്കുകയാണ്, വേസ്റ്റ് വെച്ചിരിക്കുകയാണ്. പുഷ് ബാക്കൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത കംഫർട്ട്. എനിക്കൊന്ന് ഇത്രയൊക്കെ തന്നെ കംഫർട്ട് പുതിയ ബെഞ്ച് ടൈപ്പ് സീറ്റുകൾക്ക് ഉണ്ടെന്ന് തോന്നും. ഈ ജനലുകളൊരു ദുരന്തമാണ്. ഇതൊരു കാറ്റ് ഉള്ളിലേക്ക് കയറുകയില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ അതർവൈസ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ വർക്കല ശിവഗിരി എത്തുന്നു. ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. ഡോറിലേക്ക് പോകാൻ വഴിയില്ല. ആദ്യത്തിന് ഇപ്പോൾ ഒരു വിൻഡോ സീറ്റ് കലണ്ട് വിൻഡോയിൽ ഇരുന്നങ്ങ് പിടിച്ചേക്കാന്ന് വെച്ചു. ഈ റൂഫിൽ ഇട്ടിരിക്കുന്ന ഫാനൊന്നും കാറ്റെന്ന് പറഞ്ഞ സംഭവമില്ല കേട്ടോ. എല്ലാം ഫുള്ള് മാറാനും ചെളിയും പൊടിയൊക്കെ പിടിച്ചിട്ട് അതിൽ തീരെ കാറ്റ് വരുന്നില്ല. മീൻമേൽ നമ്മൾ ജസ്റ്റ് വർക്കല സ്റ്റേഷനിൽ പുറപ്പെട്ടു. വർക്കല ജസ്റ്റ് പുറത്തിറങ്ങി. അതുകൊണ്ട് ഈ ജനൽ ഇപ്പോൾ ഈ വിൻഡോ തുറന്നുകൊണ്ട് കുറച്ച് കാറ്റ് വരുന്നുണ്ട്. അതാണ്ട് ഫാൻ കൊണ്ട് ഒരു കാര്യമില്ല. അയൽ സീറ്റിലൊക്കെ ഇരിക്കുന്ന യാത്രക്കാരുടെ കാര്യം കഷ്ടം തന്നെയാണ് ഈ വണ്ടിയിൽ. കഴക്കൂട്ടം വഴിയുള്ള റൺ ത്രൂ ആണ്. ICF ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല കുലുക്കമുണ്ട്. ഒരു 95, 96, 94 ഈ ഒരു സ്പീഡ് 100-ന് താഴെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ 106 വരെയൊക്കെ പോയായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരം ഈ ഒരു സ്പീഡിലാണ് പോകുന്നത്.
നമ്മളങ്ങനെ കൊച്ചുവേളി തിരുവനന്തപുരം നോർത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം നോർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പേട്ട കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറാൻ പോയി. തിരുവനന്തപുരം സെൻട്രൽ ഔട്ടറിലെത്തി. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറാൻ പോവാണ്. അതൊക്കെ ലൂപ്പ് ലൈൻ പാസ് ചെയ്ത് പോകുന്നു. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ ചെല്ലുന്നത്? ഷെഡിലൊരു വാപ്സാണ് കിടക്കുന്നത്. 3022 ഗാസിയാബാദിൻ്റെ ഏത് ട്രെയിനിൽ കൊണ്ടാണോ നമ്മളൊരു അറ്റത്തേക്ക് ചെല്ലുന്നത്. എനിക്ക് തോന്നുന്നു 5 കൊല്ലമായിരിക്കും തോന്നുന്നു, 3-5 കൊല്ലമാണെന്ന് തോന്നുന്നു. കടന്ന് പോവാം. കൂടുതൽ പോയിൻറ്റ്സ് കിടക്കുന്നു. 3-5 കൊല്ലമൊക്കെ ആയിരിക്കും. 3 അല്ല 5 തോന്നുന്നു. എറണാകുളം എക്സ്പ്രസ് തൊട്ട് മുന്നേ വന്നിട്ടുണ്ടാവും. തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തി. 5 തോന്നുന്നു പ്ലാറ്റ്ഫോം. നല്ലതാണ്. എനിക്ക് ചാല ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ 9:23 നമ്മളെത്തി. 1 മിനിറ്റ് ഹെഡ് ഓഫ് സ്പീഡ്. 23-22 എത്തി. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയേക്കാം. തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ലോക്കിൽ 9:23 22-നൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ചാല ഭാഗത്തേക്ക് പോകണം. അങ്ങേ അറ്റത്തെ ഫുഡ് ഓർബിറ്റ് വഴി കാരണം നമുക്ക് പുറത്തു. അപ്പോൾ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. ബിഫോർ ടൈം എത്തി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം. ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്നിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസ് ഒക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ UPI വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് ബിനേഷ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another brand new exciting video. Until then, bye-bye.